നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാവരും ഒന്ന് സംസാരിച്ചോട്ടെ, കർത്താവിനോട് സംസാരിച്ചോട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു കർത്താവേ. ഞങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങളൊരു വലിയ ഹാളിലേക്ക് മാറണമെന്ന്. എന്നാൽ ഇന്നും കർത്താവ് ഇവിടെ വരുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിന് നന്ദി കർത്താവേ. ഞങ്ങളുടെ പ്ലാനുകളല്ല ദൈവത്തിൻ്റെ പ്ലാനുകൾ കർത്താവേ. നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ കർത്താവേ. ഇന്ന് പകൽ ഈ ഹാളിൻ്റെ അകത്ത് കർത്താവേ വലിയ ദൈവ മഹത്വം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ കളരിയിൽ നീ എന്നും എന്നും വേണം. ഒരിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയ തോഴൻ ആയി. ഒരിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയ തോഴൻ ആയി. എന്റെ ചങ്കാടേ, എന്റെ ഉയരാടേ, എന്റെ അഴകാടേ, അമൃതാടേ യേശു. ശതമുയർത്തി. എന്റെ ചങ്കാടേ, എന്റെ ഉയരാടേ, എന്റെ അഴകാടേ, അമൃതാടേ യേശു. എന്റെ ചങ്കാടേ, എന്റെ ചങ്കാടേ, എന്റെ ഉയരാടേ, എന്റെ അഴകാടേ, അമൃതാടേ യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാടേ, അന്തരീക്ഷം മാറട്ടെ. എന്റെ ഉയരാടേ, എന്റെ അഴകാടേ, അമൃതാടേ യേശു. ചർച്ച ഒരുമിച്ച് പാടാൻ കഴിയുമോ? എന്റെ എന്റെ ഉയരാടേ, എന്റെ അഴകാടേ, അമൃതാടേ യേശു. ആരാധന, ആരാധന, ഓ ആരാധന. പ്രഭാതമേ, ഓ ആരാധന. ഉറവാ ആരാധന. ആശകമേത്തി ആരാധന, 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 ആരാധന. ഓ റമദാന. ഒരു തവണ ഇവിടെ പടിയണേ. ആരാധന. അതൂത സാന്നിധ്യം ഇതിന്റെ അകത്ത് ഇറങ്ങണ കർത്താവ്. അതീവ ദൈവ സാന്നിധ്യം, ഹെവി പ്രസൻസ്. ഉറാവലേ, ദിവാലാദലേ, ഓ ആരാധന. Daddy, we love you, Father. ആരാധന, ആരാധന. ഞാൻ ഈ ലോകത്ത് പിറവിയെടുക്കുന്നത് രണ്ട് കണ്ണിന് കാഴ്ച ഉള്ള ആളായിട്ടാണ് ഈ ലോകത്ത് വരുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നത്. സത്യത്തിൽ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. അപ്പൊ ചോദിക്കുക അന്നത്തെ ബ്രദർ അങ്ങനെ പറയാൻ കാര്യം സത്യമാണ്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഈ പ്രകൃതി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, നമ്മുടെ അപ്പനമ്മ, സഹോദരങ്ങൾ, രക്തബന്ധങ്ങൾ, എന്തിനേറെ നമ്മുടെ മുഖം കാണാൻ കഴിയാൻ
അതൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. ലോകത്തിലെ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ ആവശ്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേറൊരാളെ ആശ്രയിക്കാതെ ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിനകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. 3ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആ ദുരന്തം തേടിയെത്തി. ഞങ്ങളുടെ ജീവിതം ആകെ തകർന്നു മറിഞ്ഞു. എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ മകനാണ് ഞാൻ, ആദ്യ ജാതനാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ തേടി ആ ദുരന്തം വന്നത്. അന്ന് ഒരു വെക്കേഷൻ സമയമായിരുന്നു. 2002 മെയ് ഏപ്രിൽ സമയത്തെ കാര്യം ഞാൻ പറയണേ. അന്ന് ആ സമയം ഭയങ്കര വേനൽ സമയമായതുകൊണ്ട് എൻ്റെ 2 കണ്ണിലെ ചുവപ്പ് വരികയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും തല അനങ്ങാൻ കഴിയാതെ വല്ലാതെ ഞാൻ ഭാരപ്പെടുമ്പോൾ അത് മുതിർന്നവർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഇത് ചൂട് സമയത്ത് ഉണ്ടാകണതാണ്, വിഷമിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥിതി വല്ലാതെ വഷളാകാൻ തുടങ്ങി. എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, കണ്ടിന്യൂസ് വോമിറ്റിംഗ് ടെൻഡൻസി, അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ വല്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ സ്ഥിതി വഷളാകുന്നത് കണ്ട് എൻ്റെ കുടുംബം, എൻ്റെ പപ്പ എന്നെ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ഡോക്ടേഴ്സ് എനിക്ക് വേണ്ടി വിദഗ്ധമായ ചികിത്സ ചെയ്യാൻ തുടങ്ങി. ഒത്തിരി സ്കാനുകൾ, ഒത്തിരി ചെക്കപ്പുകൾ, കണ്ണിനകത്ത് ടോർച്ചൊക്കെ അടിക്കുന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്തൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി എൻ്റെ ഡോക്ടർ എൻ്റെ പിതാവിനോട് എൻ്റെ രോഗം കണ്ടുപിടിച്ചിട്ട് പറയാ, നിവിൻ്റെ 5 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ്, നിവിൻ ഇനി രക്ഷപ്പെടത്തില്ല. 39 ദിവസം മാത്രമേ നിവിൻ ഈ ലോകത്ത് ജീവിക്കത്തുള്ളൂ. അവൻ ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക, മരുന്നിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇതിനൊരു ചികിത്സയില്ല, മരണമല്ലാതെ വേറൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. എൻ്റെ ഡോക്ടറിനോട് പപ്പ പറഞ്ഞു, എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാൻ ഡോക്ടർ, എന്ത് വേണോ ചെയ്യാൻ. ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇവൻ ഇനി മരണമല്ലാതെ വേറൊരു മാർഗമില്ല. അഥവാ ഈ അസുഖത്തെ തരണം ചെയ്താൽ, അസുഖത്തെ തരണം ചെയ്യത്തില്ല, തരണം ചെയ്താലും ഇവൻ ഓർമ്മ ശക്തി കാണത്തില്ല, വീട്ടിനകത്തൊരു ജീവശവം പോലെ കിടക്കും, ഇവന് പഠിക്കാൻ കഴിവുണ്ടാകത്തില്ല, ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് തിരുവനന്തപുരം കണ്ണാശുപത്രി എൻ്റെ ഫയല് ക്ലോസ് ചെയ്തു. ഇന്ന് രാത്രികാലം ഞാനൊരു ദൈവശബ്ദം പറയാം, മനുഷ്യൻ താങ്കളുടെ ഫയല് ക്ലോസ് ചെയ്തെങ്കിൽ ദൈവം ചില ഫയലുകളെ ഇന്ന് രാത്രി ഓപ്പൺ ചെയ്യാൻ പോകുക. ചില മരുന്നുകൾ, ചില രോഗങ്ങൾ നിങ്ങളുടെ ഫയല് ക്ലോസ് ചെയ്തെങ്കിൽ എന്നെ ഇത്രയും ദൂരം പറഞ്ഞു വിട്ടത് ദൈവം ഒരു ദൂത് പറയാനോ പോലെ അടയ്ക്കുന്ന ദൂത് പറയാനല്ല പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി റിവൈവൽ ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവിനെ വിട്ടത് അടയ്ക്കുന്ന ദൂത് പറയാനല്ല, തുറക്കുന്ന ദൂത് പറയാനാ. മനുഷ്യൻ ഫയൽ അടച്ചാൽ അടുത്ത ഫയൽ തമ്പുരാൻ തുറക്കും. അപ്പോൾ 1-2 മിനിറ്റുകൾ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്താൽ, 1-2 മിനിറ്റുകൾ ആമേൻ പറഞ്ഞാൽ ഒരു ഓപ്ഷനും ഇല്ല ഡോക്ടർ, ഇല്ല ഒരു ഡോക്ടറും ഇല്ല. വേണമെങ്കിൽ കണ്ണിനെ റിമൂവ് ചെയ്യാം, എന്നാലും ആള് രക്ഷപ്പെടത്തില്ല. ഞങ്ങളുടെ പാസ്റ്ററോട് കൈമാറി. അദ്ദേഹമാണെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് ഒന്നും മിണ്ടിയില്ല. അവസാനം താൻ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രയും സമയം നമ്മൾ ആശ്രയിച്ചത് ലോകത്തിന്റെ വൈദ്യനെയാണ്, ഇനി പരമവൈദ്യനായ യേശുവിനെ നമുക്ക് ആശ്രയിക്കാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ക്യാൻസറിന്റെ റിപ്പോർട്ട് പിടിച്ചോണ്ട് നിൽക്കുന്ന എൻ്റെ അപ്പനോട്, അല്ലെങ്കിൽ മരണത്തിലേക്ക് ഇനി 39 ദിവസം മാത്രമുള്ള എൻ്റെ കുടുംബത്തോട് പാസ്റ്റർ പറയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സോടെ എന്നെ ഡിസ്ചാർജ് കാർഡ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. 69 ദിവസം എൻ്റെ വീട്ടിൽ തുടർച്ചയായി പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ടാർപ്പൊക്കെ കെട്ടി എൻ്റെ ബന്ധുക്കൾ ചർച്ചക്കാരൊക്കെ വന്നു. സത്യത്തിൽ അതൊരു മരണ വീടായി മാറി. ഈ വാർത്ത എല്ലാവരും അറിയാൻ തുടങ്ങി. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ആ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ കണ്ടു എൻ്റെ ബന്ധുക്കൾ എനിക്ക് വേണ്ടി കരയുന്നത്, സഹതാപത്തോടെ എന്നെ നോക്കുന്നത്. ആ ഇരുണ്ട വെളിച്ചത്തിലും ഇന്നും മായാത്ത ചിത്രമാണ്. 23 വർഷം കഴിഞ്ഞു നിസ്സഹായനായി നിൽക്കുന്ന ഒരു പിതാവ്, മരുന്നിനോ പൈസയ്ക്കോ ഒന്നും
ചെയ്യാൻ കഴിയാതെ മരണത്തിലേക്ക് തള്ളിയിടണം, മരണത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്നെ പിടിച്ച്, എൻ്റെ റിപ്പോർട്ടുകളെ പിടിച്ച് കണ്ണാശുപത്രിയുടെ വരാന്തയിൽ നിൽക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം, നിറകണ്ണുകളോടെ നിൽക്കുന്ന പിതാവിന്റെ ചിത്രം വർഷം 23 കഴിഞ്ഞിട്ട് പാസ്റ്ററെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറാത്ത ഒരു ചിത്രമാണ്. ഇന്ന് രാത്രി ഞാൻ ഈ ചർച്ചിനോട് പറയാം, അങ്ങനെ 69 ദിവസം എൻ്റെ വീട്ടിൽ തുടർമാനമായി പ്രാർത്ഥന തുടങ്ങി. എന്നെ ഒരു ശവത്തെ കിടന്നതുപോലെ കിടത്തി പാസ്റ്റർമാർ എൻ്റെ തല മുതൽ പാദം വരെ കണ്ണുനീരൊഴുകി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി അവർ കരയാൻ തുടങ്ങി, എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കണ്ണുനീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാചകം അവർ പറഞ്ഞു, ദൈവഹിതം നിറവേറണമേ, നിവിന്റെ മേൽ ദൈവഹിതം നിറവേറണമേ. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒത്തിരി ഒന്നും വേദനിപ്പിക്കാതെ നിവിന്റെ ഒക്കെ എടുക്കണമേ. കേൾക്കുന്നവർക്ക് കുഴപ്പമില്ല, പറയുന്നവർക്ക് കുഴപ്പമില്ല, ഹിതം വെളിപ്പെടാനാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെ എനിക്ക് വേണ്ടി കരയാൻ തുടങ്ങി, ഹിതം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 പ്രവചന ശബ്ദങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. 1-2 പ്രവചന ശബ്ദങ്ങൾ എന്റെ തലയ്ക്ക് മേൽ വന്ന് വീഴാൻ തുടങ്ങി. എന്റെ റിപ്പോർട്ടും സ്കാനിങ് റിപ്പോർട്ടും എല്ലാം അടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. 39 ദിവസം മാത്രമാണ് ഡോക്ടർ വിധി എഴുതിയത്. പക്ഷെ ഓരോ ദിവസത്തിന്റെ പ്രാർത്ഥന കഴിയുമ്പോൾ എന്റെ അസുഖത്തിന് മാറ്റം വരുന്നുണ്ട്, എന്റെ രോഗത്തിന് മാറ്റം വരുന്നുണ്ട് നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ പ്രവചന ശബ്ദം എന്തെന്നറിയാമോ? റിപ്പോർട്ട് പറയുന്നു നിവിൻ മരിച്ചു പോകും, റിപ്പോർട്ട് പറയുന്നു നിവിൻ ഓർമ്മശക്തി കാണുന്നില്ല, റിപ്പോർട്ട് പറയാ 39 ദിവസമേ ഇവൻ നിൽക്കത്തുള്ളൂ. പക്ഷെ വാഗ്ദത്തം എന്നോട് പറയുന്നു ഇവൻ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളതാകും, ഇവൻ ദേശാന്തരങ്ങളോട് നിവിൻ യാത്ര ചെയ്യാൻ പോകുകയാണ്, കർത്താവിന്റെ രാജ്യത്തിൽ നിവിൻ പ്രയോജനമുള്ളതാകാൻ പോകുകയാണ്. എന്റെ റിപ്പോർട്ടിനെ നോക്കി വാഗ്ദത്തങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ വേൾഡ് റിവൈവൽ ചർച്ചിനെ നോക്കി ഞാൻ പറയാ, എന്റെ മേൽ പകർന്ന റിപ്പോർട്ട് അല്ല സത്യം, പകരം എന്റെ മേൽ വീണ വാഗ്ദത്തത്തിനാണ് സത്യം. ഈ ചർച്ചുമായി എന്തെങ്കിലും ഒരു വാഗ്ദത്തം നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്രദറെ, 2025 തീരാൻ സമയമായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ എന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ദൈവം പറയുന്നു, വാഗ്ദത്തമാണ് സത്യം, റിപ്പോർട്ടുകൾ അല്ല സത്യം, വാഗ്ദത്തമാണ് സത്യം, വാഗ്ദത്തമാണ് സത്യം. അത് വിശ്വസിക്കാൻ കഴിയുന്നവർ 2 കരകളെ ചേർത്തടിച്ച് വിട്ടുകൊടുക്കരുത്. അടുത്തിരിക്കുന്ന ആൾക്കാർ ദൂത് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ തലമുറയെ പറ്റി ഒരു വാഗ്ദത്തം കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തെ പറ്റി ഒരു വാഗ്ദത്തം കേട്ടിട്ടുണ്ടോ? എന്നോട് മനുഷ്യനൊക്കെ പറയുന്നു റിപ്പോർട്ടുകളല്ല, എല്ലാ മുൻവിധികളെ നിങ്ങൾ അഴിക്കാൻ പോണെന്ന് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങളുടെ തലമുറ നോക്കി പറഞ്ഞ ദേശത്തിന്റെ കുറെ മുൻവിധികളുണ്ട്, നിങ്ങളുടെ ഭാവിയെ പറ്റി പറഞ്ഞ ചില മുൻവിധികളുണ്ട്, ചർച്ചിനെ പറ്റി പറഞ്ഞ മുൻവിധികളുണ്ട്. എന്നോട് മനുഷ്യനൊക്കെ പറയുന്നു അതല്ല സത്യം, ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് സത്യം. ആരെ അതൂത് തൊടുന്നുണ്ട്, ആർക്കോ ദൈവശബ്ദം മനസ്സിലാകുന്നുണ്ട്. ഈ പറഞ്ഞ വാഗ്ദത്തവും എന്റെ റിപ്പോർട്ട് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു ദൈവശബ്ദം പറഞ്ഞോട്ടെ. 39 ദിവസം വിധി എഴുതി എന്നെ 2025 ഡിസംബർ മാസം 29 കാണിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ എനിക്ക് പാടാതിരിക്കാൻ കഴിയും? ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേ കളരികിൽ നീ എന്നും വേണം. ഈ പാട്ടിന്റെ ആത്മാവ് ഈ വരിയാണ്. ഒരീമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയതോഴൻ ആയി. ചർച്ച പാടിയില്ലല്ലോ. ഒരീമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയതോഴൻ ആയി. ഇത് രാത്രി കാലം ഞാൻ പറയാം, 2 വർഷം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഭയങ്കര വയലൻ്റായി. എൻ്റെ സഹോദരങ്ങളെല്ലാം സ്കൂളിൽ പോകുമ്പോൾ വീട്ടിനകത്ത് മൂലയിൽ ഇരിക്കുന്ന ഒരാള്, ഒന്നും ചെയ്യാൻ കഴിയാൻ നിസ്സഹായനായിരിക്കുന്ന ആള്, അങ്ങനെ ഭയങ്കര വിഷമം തോന്നി. തിരുവനന്തപുരം അന്ധവിദ്യാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. ഇരുട്ടിൽ നിന്ന് വീണ്ടും എന്നെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്ന ഒരു അനുഭവം. അവിടെ വിരലിലെണ്ണാന്നോർക്കെ
കാഴ്ചയുള്ളൂ, ബാക്കി എല്ലാവരും കാഴ്ചയില്ലാത്ത ലോകമാണ്. ഇന്ന് രാത്രി ഞാനൊരു ദൈവശബ്ദം പറഞ്ഞോട്ടെ. എൻ്റെ ഡോക്ടർ പറഞ്ഞത് പഠിക്കാൻ കഴിയില്ലെന്ന്, ഓർമ്മശക്തി ഉണ്ടാകത്തില്ലെന്ന്, ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന്. പക്ഷെ കൃപയാൽ ബൈബിൾ കോളേജിൽ MDB പാസ്സാവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. കൃപയാൽ PG കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. കർത്താവിനൊന്ന് വായി തുറന്ന് സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഒരാമേൻ പറയാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഞാൻ അടിവരയിൽ പറയാ, റിപ്പോർട്ട് അല്ല അച്ഛാ സത്യം. യേശു പറഞ്ഞ വാഗ്ദത്തമാണ് സത്യം. എന്റെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ് ഇത് രാത്രികാലം ഇതിനകത്ത് നിറവേറാൻ പോകുന്നത്. ഇന്ന് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവന്റെ വോയിസ് നന്നായിട്ടുണ്ട്, കേൾക്കാൻ നല്ല സുഖമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓടി എൻ്റെ പ്രാർത്ഥനയെ കുറിച്ചൊന്നും അറിയാതെ എൻ്റെ കണ്ണുകൾ നിറയും. കാരണം എന്താണെന്ന് അറിയുമ്പോൾ ഇവിടെ കൂടുതൽ അമ്മമാരാണ് ഇരിക്കുന്നത്. അവർക്ക് പറഞ്ഞ് അല്പം കൂടെ മനസ്സിലാകും. ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് മിൽക്ക് കുടിക്കാൻ കഴിയാതെ വല്ലാതെ ഭാരം പെട്ടു. എനിക്ക് വലിച്ചു കുടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ എൻ്റെ മമ്മി ഫീഡിങ് ബോട്ടിലിൽ വലിയ ഹാളിലിട്ടാണ് എൻ്റെ മമ്മി വളർത്തിയത്. പക്ഷെ ഇതിൻ്റെ വേദന ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ സഹപാഠികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല പാസ്റ്ററെ, പക്ഷെ അവരെൻ്റെ കുഴപ്പത്തോട് ചേർന്ന് വരും. സത്യത്തിൽ അവർക്കൊരു കോമഡിയാണ്, അവർക്കൊരു തമാശയാണ്. പക്ഷെ കേൾക്കുന്നവനെ എത്രത്തോളം മാനസികമായി തകർത്ത് കളയുമെന്ന്, എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ഇവർക്കൊന്നും അറിയത്തില്ല. ഇത് രാവിലെ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ചർച്ചിൽ പാടുമ്പോൾ കോയറൊക്കെ പാടുമ്പോൾ ഇതിങ്ങനെ പിടിക്കാൻ കൊതിച്ച നാളുകൾ എൻ്റെ ലൈഫിൻ്റെ അകത്തുണ്ട്. കർത്താവ് ഒരു സമയമെങ്കിലും എനിക്ക് ഈ മൈക്ക് തരണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ചർച്ചിലെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് ആ സ്റ്റാൻഡിൽ നിന്ന് മൈക്ക് എടുത്തോണ്ട് പോകുമ്പോൾ ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് പാടി തുടങ്ങിയ ഒരാളാണ് ഞാൻ. കൊതി ഉണ്ടായിരുന്നു. അന്നും ഞാൻ കേൾക്കുന്ന വാഗ്ദത്തം, നിവിൻ്റെ ശബ്ദം ദൈവരാജ്യത്തിനുള്ളതാണ്, നിവിൻ്റെ ശബ്ദം ദൈവത്തിനുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ഈ വാഗ്ദത്തവും എൻ്റെ ശബ്ദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാഗ്ദത്തം ഒന്നിനൊന്നിന് എനിക്ക് പറയുന്നു ഇവൻ പ്രയോജനമുള്ളതാകും, ഇവൻ ദൈവരാജ്യത്തിൽ ഇവൻ്റെ ശബ്ദം ഉപയോഗിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഒരു ദിവസം എൻ്റെ മാതാവ് നിറകണ്ണുകളോട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അവൻ്റെ അമ്മയായതുകൊണ്ട് എനിക്ക് ഇവൻ പറയുന്നത് മനസ്സിലാകും, പക്ഷെ വേറൊരാൾക്ക് മനസ്സിലാക്കേണ്ട കർത്താവേ, നിവിൻ എന്താണ് പറയണേ, നിവിൻ എന്താണ് പറയുന്ന ദൈവമേ, വേറൊരാൾക്ക് മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ തളർത്തിയില്ല. ഞങ്ങളുടെ വീട്ടിലെ സന്ധ്യ പ്രാർത്ഥനകൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. വീട്ടിലാകുമ്പോൾ കളിയാക്കാൻ ആരുമില്ലല്ലോ, പ്രോത്സാഹനം തന്നു. പക്ഷെ ഇന്ന് രാത്രി കാലം ഞാൻ പറഞ്ഞോട്ടെ, 14 വയസ്സിൽ അമേരിക്കയിൽ